ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ പെട്ടെന്ന് വളരെ രുചികരമായി തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങും റവയുമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങും റവയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് റവയാണ്. അരക്കപ്പ് റവ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി നല്ലൊന്ന് വെള്ളവും റവയൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള മറ്റ് ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിന് വേണ്ടി ഇതാ ഞാനൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടൊന്നുമില്ല, പച്ച തന്നെയാണ്. അതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതാ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക കേട്ടോ. എന്നിട്ടത് ഒരു 5 മിനിറ്റ് ഇതിലിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ല റവ, അത് നല്ല പുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇതുപോലെ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കടലമാവാണ്. ഞാനൊരു 1/4 കപ്പ് കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി, അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെറുതായി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഗരം മസാലയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാൻ. ഇനി ഇത് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ നല്ലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല കൈ വെച്ചിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ആ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിട്ട് കൊടുക്കണം കേട്ടോ. നല്ലൊന്ന് ചൂടായി വന്നതിന് ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ ഉള്ളിവടക്കൻ്റെ ആ ഒരു രീതിയിലാണ് കേട്ടോ അത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കൈ വെച്ചിട്ട് അതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് 2 വശം ഒരുപോലെ മൊരിയിച്ചെടുക്കണം കേട്ടോ. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.